Okay, good morning students. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പുതിയൊരു യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം മീനിങ്. വാട്ട് ഈസ് കൺസൈൻമെന്റ്? കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് മീൻസ്, അതായത് കൺസൈൻമെന്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം one person to another for sale on commission behalf of the person who sends the goods. അതായത് ഒന്നുമില്ല, കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. എന്തിൻ്റെ? ഓൺ കമ്മീഷൻ ബേസ്. അതായത് കമ്മീഷൻ്റെ ബേസിൽ ഒരു ഗുഡ്സ് വേറൊരാൾക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസൈൻമെന്റ്. അതിൽ നമുക്ക് പ്രോഫിറ്റ് അല്ല, എന്തിൻ്റെ ബേസിലായിരിക്കും? കമ്മീഷൻ്റെ ബേസിലായിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ഒരു പ്രോഡക്റ്റ് റീറ്റെയിലേഴ്സിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുന്നത്? എന്തിൻ്റെ ബേസിലാണ്? റീറ്റെയിലേഴ്സ് ആയിരിക്കും ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക, അല്ലേ? ഇവരുടെ സാധനം റീറ്റെയിലേഴ്സാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, ആർക്ക്? റീറ്റെയിലേഴ്സിന്. അപ്പോൾ ഈ റീറ്റെയിലേഴ്സ് എന്താ ചെയ്യുക? അതിന് ആ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷനാണ് ആർക്ക് കൊടുക്കുന്നത്? ഹോൾസെയിലേഴ്സിന്. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസൈൻമെന്റ്. മനസ്സിലായില്ലേ? അപ്പം ഈ കൺസൈൻമെന്റിൽ മെയിനായിട്ട് രണ്ട് ആൾക്കാരാണ് ഉണ്ടാവുക. ആരൊക്കെ ഉണ്ടാവുക? കൺസൈനറും കൺസൈനിയും. ആരായിരിക്കും? കൺസൈനറും കൺസൈനിയും ആയിരിക്കും ഉണ്ടാവുക. കൺസൈനർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഹു സെൽസ് ഗുഡ്സ് ഓൺ കമ്മീഷൻ. ആരാണോ കമ്മീഷന് ഗുഡ്സ് കൊടുക്കുന്നത് അവരായിരിക്കും എന്ത്? കൺസൈനർ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ കൺസൈനി ആരായിരിക്കും? ആരാണോ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് അവരായിരിക്കും ആര്? കൺസൈനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓൺ എ കമ്മീഷൻ ബേസിസ്. ഓക്കെ, കമ്മീഷൻ ബേസിലായിരിക്കും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക. The person who sells goods is called consignor. Then the person who saves the goods is called consignee. Okay, then നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, കൺസൈൻമെൻറ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഫസ്റ്റ് ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? കൺസൈനർക്കായിരിക്കും എന്തുണ്ടാവുക? ഓണർഷിപ്പ്. കൺസൈനിക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ പൊസഷൻ, അല്ലേ? അതായത് നമ്മളെ ഹോൾസെയിലേഴ്സിനായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. അവരിത് സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്ത് റിസ്ക്കോ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും ഉണ്ടാവുക? ഈ ഹോൾസെയിലർക്ക്. അപ്പം കൺസൈനർക്കായിരിക്കും ഓണർഷിപ്പ് ഉണ്ടാവുക. കൺസൈനിക്ക് അതിൻ്റെ പൊസഷൻ, അതിൻ്റെ ഉടമസ്ഥാവകാശം, കൈവശ അവകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിസ്ക്. ഓക്കെ, സെക്കൻഡ് ഫീച്ചറാണ് എന്ത്? റിസ്ക് എങ്ങനെയായിരിക്കും? റിസ്ക് ആരായിരിക്കും വേറെ ഉണ്ടാവുക? കൺസൈനർ ആയിരിക്കും. കൺസൈനിയൊക്കെ ആയിരിക്കില്ല. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാര്യം, എന്താ പറയുക, പ്രോഡക്റ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് ആർക്കായിരിക്കും ഉണ്ടാവുക? കൺസൈനർക്കായിരിക്കും. മൂന്നാമത്തത് എന്താണ്? പൊസഷൻ. ഞാൻ പറഞ്ഞല്ലോ, പൊസഷൻ ആർക്കായിരിക്കും ഉണ്ടാവുക? കൺസൈനിക്കായിരിക്കും പൊസഷൻ, കയ്യിൽ വെക്കാനുള്ള അവകാശം ഉണ്ടാവുക. ആർക്കായിരിക്കും? പൊസഷൻ. ഓക്കെ, കൺസൈനിക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്താണ്? റിലേഷൻഷിപ്പ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ റിലേഷൻഷിപ്പ്, ഇത് നാലാമത്തെ പോയിന്റ്, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുക, ഓണർ അല്ലെങ്കിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അതായത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കൺസൈനർ ആരായിരിക്കും? പ്രിൻസിപ്പൽ ആയിരിക്കും. അപ്പോൾ അയാൾ എന്ത് പറയണോ അത് ചെയ്യാന്നുള്ളതായിരിക്കും ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ കൺസൈനിൻ്റെ ഡ്യൂട്ടി ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. അപ്പം റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ എക്സ്പെൻസ് ഒരു 5 ഫീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ മതി. എക്സ്പെൻസ് എങ്ങനെയായിരിക്കും?
അതിനുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ആരായിരിക്കും എടുക്കേണ്ടത്? കൺസൈനറാണ്. കൺസൈനിക്കല്ലല്ലോ ആ പ്രോഡക്റ്റിൻ്റെ അവിടുന്ന് ഇവിടം വരെ എത്തിക്കാനുള്ള എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൺസൈനറായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ ഓണർഷിപ്പ്, ദെൻ റിസ്ക്, പൊസഷൻ, റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പെൻസ്. ഓണർഷിപ്പ് ആർക്കായിരിക്കും? കൺസൈനർക്കായിരിക്കും ഉണ്ടാവുക, കൺസൈനിക്കായിരിക്കില്ല. പൊസഷൻ കൺസൈനിക്കായിരിക്കും ഉണ്ടാവുക. റിസ്ക് അതേപോലെ കൺസൈനർ ആയിരിക്കും മീറ്റ് ചെയ്യേണ്ടതാവുക. റിലേഷൻഷിപ്പ് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്? പ്രിൻസിപ്പൽ ഏജൻറ് റിലേഷൻഷിപ്പാണ്. ഇതുപോലെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച്. അപ്പോൾ സെയിൽസും കൺസൈൻമെൻറ്റും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളതെന്ന് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടും ഒരുപോലെയാണല്ലോ നമ്മൾ പറയുന്നത്. അതായത് ഒരു ഹോൾസെയിലർ റീറ്റെയിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെയാണ് കൺസൈൻമെൻറ്റ്. സെയിൽ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ വന്നത് ഫസ്റ്റ് പാർട്ടീസ്. അതായത് സെയിലിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പാർട്ടി, അതായത് പേഴ്സൺസ് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? ഒരു സെല്ലർ ആൻഡ് ബയർ ആയിരിക്കും അല്ലേ? സെയിൽസിൽ എപ്പോഴും ഒരു സെല്ലറും ഒരു ബയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ വേറെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ് റിലേഷൻഷിപ്പ് ആയിരിക്കും കൺസൈൻമെൻറ്റിന് ഉണ്ടാവുക. മറ്റേത് സെല്ലർ ആൻഡ് ബയർ, അതാണ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. രണ്ടാമത്തെ ഡിഫറൻസ് അതിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ച്. ഓണർഷിപ്പിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഓണർഷിപ്പും അതേപോലെ ഗുഡ്സിൻ്റെ ടൈറ്റിലും. ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, അതിൻ്റെ അവകാശവും ഓണർഷിപ്പൊക്കെ സെല്ലർ ആർക്ക് കൊടുക്കും? ബയർക്ക് കൊടുക്കും. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഷോപ്പിൽ ചെന്നു, അതിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കും? അത് ഷോപ്പുകാരനായിരിക്കുമോ? അല്ല, നമ്മളായിരിക്കും അല്ലേ? നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു സാധനത്തിൻ്റെ ഓണർഷിപ്പ് നമുക്കായിരിക്കും ഉണ്ടാവുക. പക്ഷേ കൺസൈൻമെൻറ്റിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കൺസൈൻമെൻറ്റിൽ ഒരു പ്രിൻസിപ്പൽ ഏജൻറ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യില്ല. അതായത് കൺസൈനിക്ക് അതിൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. പിന്നെ എങ്ങനെയായിരിക്കും? ഇറ്റ് റിമൈൻസ് വിത്ത് ദ കൺസൈനർ ടിൽ ദേ ആർ സോൾഡ്. അത് വിൽക്കുന്നത് വരെ കൺസൈനർക്കായിരിക്കും അതിൻ്റെ, അതായത് ഈ റീറ്റെയിലർ ആയാലും ഈ പ്രോഡക്റ്റ് വിൽക്കണ വരെ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും ഉണ്ടാവുക? കൺസൈനർക്കായിരിക്കും ഉണ്ടാവുക. ദെൻ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ റിലേഷൻഷിപ്പ് തന്നെ, സെല്ലർ ആൻഡ് ബയർ റിലേഷൻഷിപ്പ് ആയിരിക്കും സെയിൽസിൽ. കൺസൈൻമെൻറ്റിൽ എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ് റിലേഷൻഷിപ്പ്. ദെൻ എക്സ്പെൻസ്, അടുത്ത ഡിഫറൻസ് എക്സ്പെൻസ്. എക്സ്പെൻസ് എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് ഇൻകേർഡ് ആഫ്റ്റർ സെയിൽ ഓഫ് ഗുഡ്സ് ആർ ബോൺ ബൈ ദ ബയർ. അതായത് ഒരു ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിൽ പിന്നെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആരായിരിക്കും അതെടുക്കുന്നുണ്ടാവുക? ബയറായിരിക്കും. നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങി, പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും അതിന് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ആരായിരിക്കും എടുക്കുക? നമ്മളല്ലേ എടുക്കുക. അപ്പോൾ ഒരു ഫോൺ വാങ്ങി, ആ ഫോണിന് പിന്നെ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളാണ് അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ നമുക്ക് തന്ന സെല്ലറായിരിക്കില്ല. വേറെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി ഇൻ കണക്ഷൻ വിത്ത് ദ ഗുഡ്സ് കൺസൈൻഡ് ബൈ ഹിം ബോൺ ബൈ ദ കൺസൈനർ. അതായത് കൺസൈനർ ആയിരിക്കും അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നത്, കൺസൈനി ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് വരെ. ഓക്കെ. പിന്നെ റിസ്ക് എങ്ങനെയായിരിക്കും? സെയിൽസിൽ എങ്ങനെയായിരിക്കും റിസ്ക്? റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ഗുഡ്സ് സോൾഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഓഫ് ഗുഡ്സ് ആസ് സൂൺ ആസ് ഗുഡ്സ് ആർ സോൾഡ്. അതായത് നമ്മൾ ഒരു ബയർക്ക് ഗുഡ്സ് വിൽക്കുന്നത് വരെ ആ ഗുഡ്സിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും ആർക്കായിരിക്കും? സെല്ലർക്കായിരിക്കും ഉണ്ടാവുക. ഇവിടെ അതിൻ്റെ മുകളിലുള്ള റിസ്ക്കൊക്കെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ റിസ്ക് എങ്ങനെയായിരിക്കും? കൺസൈനർക്കായിരിക്കും ഉണ്ടാവുക. കൺസൈനി ആ ഗുഡ്സ് വിൽക്കുന്നത് വരെ അല്ലേ? ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് ആർക്കായിരിക്കും ഉണ്ടാവുക? കൺസൈനർക്കായിരിക്കും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇത് കുഞ്ഞു ഡിഫറൻസ്